ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേട്ടായി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനുട്ടിയാണെങ്കിൽ മേടിച്ചോണ്ട് വന്ന് മിഠായെല്ലാം പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നേ. അങ്ങനെ ചായയുടെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനുട്ടിയുടെ മുഖത്തിന് ചെറിയൊരു വാട്ടമൊക്കെ വന്നു തുടങ്ങി. കാരണം പിന്നെ നമുക്കറിയാലോ, അതുകൊണ്ട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ആ മൂടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മോളിൽ പോയി തുണിയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയേ. പിന്നെ ഞാൻ സ്കൂളിൽ പോണ കാര്യത്തിനെ പറ്റി ചിന്തിക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുത്തില്ല കേട്ടോ ആൾക്ക്. ഉണങ്ങിയ തുണിയെല്ലാം താഴെ കൊണ്ടിട്ട് കഴുകാനുള്ള തുണിയെല്ലാം എടുത്തോണ്ട് വന്നേ. ഞാനൊട്ടിക്കാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. എന്നെ സഹായിച്ച് അവസാനം ആ പാത്രത്തിന്റെ അകത്ത് കയറി ഞാനൊട്ടിക്കാണെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അന്നിരുന്നിട്ട് പറയുന്നു പഠിക്കേണ്ട, എക്സാം തുടങ്ങുമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ പറയും കേട്ടോ ആള്. അങ്ങനെ തുണികഴുകളെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഇരിക്കാൻ കൂടാന്ന് പറഞ്ഞ എന്റെ കൂടെ തുണിയൊക്കെ എടുത്തെടുത്ത് തരുമായിരുന്നു കേട്ടോ. ഞാനൊട്ടിക്കാണെങ്കിൽ ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു. പോരാത്തിന് പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഐസ്ക്രീമും മേടിച്ച് കഴിച്ചു. തുണികഴുകലും ഇരിക്കലെല്ലാം കഴിഞ്ഞു ഞങ്ങൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പഠിപ്പിക്കാനായിട്ട് ഇരുത്തിട്ടോ. ഞാൻ ആ സമയം കൊണ്ട് വേഗം തുണിയൊക്കെ മടക്കി എടുത്ത് പഠിക്കാനിരുത്തി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ഇങ്ങനെയല്ലേ. പിന്നെ വിശപ്പായി, ദാഹായി, ഉറക്കം വരലായി. വിശപ്പ് ഞാൻ ആ ഗ്യാപ്പിൽ അങ്ങ് പരിഹരിച്ചേ. പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്ത ചായ കോമ്പോയൊക്കെ ആയിട്ട് എനിക്കിഷ്ടം. വല്ലപ്പോഴേ കുടിക്കാൻ തോന്നുള്ളൂ. ആ സമയത്ത് ഞാനങ്ങ് ഉണ്ടാക്കി കുടിക്കും. ചേട്ടായി ഫുഡൊക്കെ കഴിച്ചു വന്നത്തേക്ക് ഞാനോട്ട് നല്ല ഉറക്കത്തിലായി. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.